Like a wave returns to the sea into the blue. Hi, hello, welcome back to Karimeshi family. In today's video ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മേക്കപ്പ് വീഡിയോ ആണ്. കുറേ നാളെ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്തിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ലിപ്സിൽ ഞാനൊരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്യുക. നല്ല ലിപ് ബാം ആണ്, ചെറിയൊരു കളർ ഉണ്ട് കണ്ടോ. ഇനി ഞാൻ വേറെ ഫേസിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, മുഖം കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്കിന്നിനെ ഒന്ന് പ്രൈം ചെയ്യാന്നല്ല, ശരിക്കും ഒരു സ്കിന്നിനൊരു മോയ്സ്ചർ ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്നത് കാം ആയുർവേദയുടെ റോസ് വാട്ടർ ആണ്. അത് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഫേസിൽ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് റെഡി ആവട്ടെ. ഓക്കെ, നല്ല ഈ ഒരു നമ്മളെവിടെയെങ്കിലും വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോണ്ടല്ലോ, ഇതിങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ കിടിലനാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ മോയ്സ്ചർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ മോയ്സ്ചറൈസർ ഞാൻ എന്തായാലും മുഖം കഴുകുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പുറമെ ഞാൻ ഈ കാം ആയുർവേദയുടെ മിസ്റ്റും കൂടി അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം തന്നെ എൻ്റെ ഐസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു മേക്കപ്പാണ്, ബട്ട് സ്റ്റിൽ എന്താണ് ഐസ് ആദ്യം തന്നെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ഐസ് ആദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഐസിൽ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഐ ഷാഡോ പ്രൈമറാണ്. ഇത് എല്ലാം ഒരു വൺ ബ്രാൻഡ് ട്യൂട്ടോറിയലാണ്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഐ ഷാഡോ പ്രൈമറാണ്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ. ഓക്കെ, എല്ലാ ലിങ്കും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നോർമലി നമ്മുടെ ഐ ഷാഡോ പ്രൈമറിന് ഭയങ്കര കാശാണ്, പക്ഷേ ഈ വെറ്റ് ആൻഡ് വൈൽഡ് നല്ല എന്താണ് കാശ് കുറവാണ്. അപ്പോൾ ഞാനത് ചെറിയതായിട്ട് ഇത്രയും മതി കണ്ണിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്യാണ്. അത്യാവശ്യം നല്ല തിക്കാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതി കേട്ടോ. ഇനി ഇവിടെ ഐ ഷാഡോയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു പാലറ്റാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു പാലറ്റിൽ നിന്ന് ഞാൻ ഈ ഒരു ട്രാൻസിഷൻ ഷെയ്ഡാണ് എടുക്കുന്നത് കേട്ടോ. ഇതാ, ഓക്കെ, ആ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് എടുക്കുക. കാരണം എനിക്ക് ക്രീസ് നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ക്രീസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ എന്താണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആസ് എ ട്രാൻസിഷൻ കളർ എന്തായാലും വേണമല്ലോ, എന്നാലാണ് ഒരു എന്താ പറയണത് ആ ഒരു ബ്ലെൻഡിങ് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ക്രീസ് ഡിഫൈൻ ചെയ്യാണ്, വളരെ കുറച്ച് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ട്രാൻസിഷൻ ചെയ്തു. ഇനി വളരെ അധികമൊന്നും ഞാൻ ഐ മേക്കപ്പ് ചെയ്യുന്നില്ല. നമുക്ക് ഒരു ഗൗണൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതാ ഈ ഒരു ഷെയ്ഡ് എടുക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതുമാതിരി ഒരു ബ്രഷിലാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് എൻ്റെ ഈ കണ്ണിൻ്റെ ഔട്ടർ വീല് പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ ഇപ്പുറത്തെ കണ്ണിന് ഇട്ട് കൊടുക്കണം. പകുതിയോളം കണ്ണിൻ്റെ പകുതിയോളം, രണ്ട് കണ്ണിൻ്റെയും പകുതിയോളം ആ ഒരു ഐ ഷാഡോ കൊണ്ട് സ്പ്രെഡ് ചെയ്യണം കേട്ടോ ഞാൻ. ഇനി അടുത്തത് ഞാൻ ഇതിൽ നിന്നിട്ട് ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡായ ഈ ഒരു ഷെയ്ഡ് എടുക്കുകയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇടാൻ വേണ്ടി. അത് ഞാൻ നേരത്തെ എടുത്ത ഈ ഒരു ബ്രഷ് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാണ് കേട്ടോ. അത് കണ്ണിൻ്റെ ഇന്നർ ഹാഫിലിടുകയാണ് കണ്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഔട്ടർ വേ വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതിന് ഇതുമാതിരി ഒരു ഉണ്ട പോലത്തെ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് നേരത്തെ എടുത്ത ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് ഔട്ടർ വേ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാം. ഇതിൻ്റെ തന്നെ ഏറ്റവും ഒരു ലൈറ്റ് കളർ ഉണ്ട്, ഈ ഒരു കളർ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഇന്നർ കോർണറിലും കൂടി ഞാൻ ഇടുകയാണ്. ഇതുമാതിരി ഒരു ബ്രഷ് എടുത്തിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു മിഡ് പാർട്ട് ഒന്നും കൂടി ഇൻറ്റൻസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ മിഡ് പാർട്ടിലിട്ട ഈ ഒരു ഇതെടുത്തിട്ട് കൈ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലെൻഡിങ് ബ്രഷ് എടുക്കുക. ഓക്കെ, ഈ ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് ഫുൾ എഡ്ജസ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, അപ്പോൾ അത് ഐ ഷാഡോ ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതാ എൻ്റെ ഐബ്രോസ് ഞാൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇന്ന രീതിയിലൊന്നുമില്ല, ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഇഷ്ടം അതുപോലെ ചെയ്യാം. നോർമലി ഞാൻ എപ്പോഴും ഐബ്രോസ് ആദ്യം ചെയ്യാറുണ്ട്, പക്ഷെ ഇത്തവണ ഞാൻ ഐബ്രോസ് കുറച്ച് ഇടയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ ഐബ്രോ പെൻസിലാണ്. ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ എന്താണ്, നമുക്കത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നു, പിന്നെ ഇതാ നന്നായിട്ട് വരയ്ക്കുന്നു. അതിനുശേഷം ഇത് നല്ലൊരു ഐബ്രോ പെൻസിലാണ് കേട്ടോ, അധികം പ്രൈസും ഇല്ല, നന്നായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും ഈ ഒരു ഐബ്രോ പെൻസിൽ. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ചെക്ക് ചെയ്യണം എന്തായാലും. അപ്പോൾ ഐ ഷാഡോ മുകളിലത്തെ കഴിഞ്ഞു, ഐബ്രോസ് കഴിഞ്ഞു. ശരിക്കും ഐബ്രോസ് വന്നപ്പോൾ അതുണ്ട് ഫേസിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും ഐബ്രോസ് ചെയ്യണം, ലിപ്സ്റ്റിക്കും ഇടുന്നുള്ളത്. ഇനി ഞാനൊന്ന് ഐലൈനർ എഴുതുകയാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ അല്ല കേട്ടോ, ഞാനിത് ഒരു കാര്യം മാത്രം ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ അല്ല എടുത്തിരിക്കുന്നത്, ഷുഗറിൻ്റെയാണ്. കാരണം ഈ ഐലൈനർ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അത്രയും നല്ല ഐലൈനറാണ് ഈ ഷുഗറിൻ്റെ. എനിക്ക് നന്നായിട്ട് നമുക്ക് പ്രിസൈസായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഐലൈനർ വെച്ചിട്ട്. ഒരു കുഞ്ഞ് വിങ്ങിടുന്നുണ്ട്, വളരെ കുഞ്ഞത്. ഐലൈനർ കിട്ടു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ മസ്കാര ചട്നിയാണ്. മസ്കാരയ്ക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ XXL ലാഷ് മസ്കാരയാണ്. ഇത് നന്നായിട്ട് ലെങ്തൻ ചെയ്യുന്ന ഒരു മസ്കാരയാണ് കേട്ടോ. ഇതൊരു തിക്നെസ് ഉണ്ടാക്കില്ല, പക്ഷെ നന്നായിട്ട് ലെങ്തൻ ചെയ്യും നമ്മുടെ ലാഷിനെ. ഞാൻ അത്ര ഈ മസ്കാരയിൽ അത്ര ഹാപ്പി അല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് മെയ്ബിലിൻ ബിഗ് ഷോട്ട് മസ്കാര എടുക്കുകയാണ്. എന്നിട്ട് കുറേയും കൂടി അപ്ലൈ ചെയ്യാണ്. ഞാൻ എന്തായാലും ഈ ഫോൾസ് ലാഷ് വെക്കാനായിട്ട് പോകുന്നില്ല, കാരണം എപ്പോഴും നമ്മൾ ഫോൾസ് ലാഷ് വെക്കേണ്ടല്ല, ഇത് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി താഴെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ ഞാൻ ഇങ്ങനെ തന്നെ കണ്ണ് വിടാൻ പോവാണ്. കണ്ണിൽ ജസ്റ്റ് ഞാൻ ഒരു വൈറ്റ് ഐ പെൻസിലാണ് എഴുതാൻ പോണത് കേട്ടോ. സാധാരണ ബ്ലാക്ക് അല്ലേ എഴുതാം, സോ ഇന്ന് ഞാൻ വൈറ്റാണ് എഴുതാൻ പോണത്. വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ന്യൂഡ് ഐ പെൻസിൽ. ശരിക്കും നിങ്ങൾക്കൊരു എന്താ പറയുക, ചെറിയ കണ്ണൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ന്യൂഡ് ഐ പെൻസിൽ എന്തെങ്കിലും ഉണ്ടല്ലോ, കിടലനായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കണ്ണ് ശരിക്കും ഓപ്പൺ ആക്കാൻ പറ്റും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഔട്ടർ കോർണറിൽ മാത്രം ഒരു ഇത്തിരി ഡാർക്ക് കളർ കൊടുക്കാൻ പോവാണ്. ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു ഡാർക്ക് കളർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ടർ കോർണറിൽ മാത്രം കേട്ടോ, വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അടിയിൽ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. ഓക്കെ, കണ്ടോ. വേണമെങ്കിൽ ഒരു ഇച്ചിരി ഇങ്ങോട്ടേക്ക്, അധികം വേണ്ട, ഒരു ഇത്തിരി ഇങ്ങോട്ടേക്ക് ഇടാം, ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സോ കണ്ണ് കുറച്ചും കൂടി നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കണ്ണൊക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇനി മസ്കാര ഇടാണ്. മസ്കാര ഞാൻ മെയ്ബിലിൻ ബിഗ് ഷോട്ട് തന്നെയാണ് ഇടുന്നത് കേട്ടോ. അതും ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത് ഈ ഒരു ഔട്ടർ കോർണറിൽ മാത്രമാണ്, കാരണം എന്നാലാണ് കണ്ണൊന്നും കൂടി ഒന്ന് നന്നായിട്ട് ഓപ്പൺ ആയി തോന്നുള്ളൂ. അപ്പോൾ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ ഫേസിലേക്കാണ്. ഫേസിൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി അടുത്തത് ഒരു പ്രൈമറാണ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് പ്രൈമർ വാട്ടർ സ്പ്രേ ആണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം ഫേസിൽ. ഓക്കെ, അപ്പോൾ പ്രൈമർ എന്തായാലും പ്രൈമർ അപ്ലൈ ചെയ്തു. ജസ്റ്റ് ഒന്ന് പ്രൈമർ വാട്ടർ എന്തായാലും അബ്സർബ് ആകും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നനഞ്ഞതാണ് കേട്ടോ, ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഇത് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കുഷ്യൻ ഫൗണ്ടേഷനാണ്. ഇതെനിക്ക് ആദ്യം മേടിച്ചത്, എനിക്ക് ഷെയ്ഡ് ഭയങ്കര ഡാർക്കായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷെയ്ഡ് മാറ്റി. അപ്പോൾ ഷെയ്ഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഈ ഒരു ഉണ്ടോ, ഇതിൽ നിന്ന് കുറച്ച് ഈ ഒരു സ്പോഞ്ച് ഉണ്ട്, അത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് ഇപ്പം ഇങ്ങനെ വരും. അതിനുശേഷം നമ്മുടെ ഫേസിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് ഈ ഒരു സ്പഞ്ച് വെച്ച് ചെയ്യുന്നതിലും എനിക്കിഷ്ടം നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ഫൗണ്ടേഷൻ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി കൺസീലറാണ്. കൺസീലർ ഞാൻ ഉപയോഗിക്കുന്നത് ഫോട്ടോ ഫോക്കസ് കൺസീലർ കറക്റ്ററാണ്.
എൻ്റെ മൂക്ക് പതിഞ്ഞതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതുമാതിരി ഒരു കുഞ്ഞി ബ്യൂട്ടി സ്പോഞ്ച് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യണേ. ഇപ്പോൾ അടുത്തത് കോൺടൂറിങ് ആണ്. കോൺടൂറിങ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്, ഡെയിലി ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ ഇത്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു കോൺടൂർ പാലറ്റ്. ഞാൻ മൂക്ക് കോൺടൂർ ചെയ്യാൻ ഞാൻ മൂക്ക് കോൺടൂർ ചെയ്ത് ഇങ്ങനെ പോകാറില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഡെയിലി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാനെപ്പോഴും വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത്. ഈ സൈഡ് ഒന്ന് ചെറിയതായിട്ടൊന്ന് കോൺടൂർ ചെയ്യുന്നില്ല കേട്ടോ, അതിന് സെയിം ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഇതുമാതിരി ഒരു ബ്രഷ് എടുക്കുക. ഓക്കെ, ലൈറ്റായിട്ട് കണ്ടോ, ഇത്രയും മതി. നെറ്റി ഒന്ന് കോൺടൂർ ചെയ്യാണ്, കാരണം ചെറുതായിട്ട് ഇതുണ്ടായിരുന്നല്ലോ, എന്താണ് കുറച്ചൊരു ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് നെറ്റിയൊക്കെ ഒന്ന് കോൺടൂർ ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ ഫേവറേറ്റ് ആണ് ഹൈലൈറ്റർ. ഹൈലൈറ്ററിനെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നിങ്ങളൊരു മീഡിയം ഏത് സ്കിൻ ടോൺ ആണെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ ഇത്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ. ഓക്കെ, എടുക്കുന്നു. കണ്ടോ, ആ ഗ്ലോബ് നോക്കൂ. ഓക്കെ, ഇങ്ങനെ ഗ്ലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കണ്ടോ, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ പറഞ്ഞാൽ ഒരു ഗ്ലോ ഉണ്ടോ, അത്രയും മതി നമുക്ക്. ഇനി മൂക്കിൻ്റെ ഇവിടെ ഇടാം. മൂക്കിൻ്റെ ഞാൻ ഇവിടെ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഗ്ലോയ്ക്ക്, താഴേക്ക് ഞാൻ അധികം ഇടാറില്ല. ഓക്കെ, കണ്ടോ, നമുക്കറിയാമല്ലോ ഇപ്പോൾ കെപ്പിസ്കോ. പിന്നെ എനിക്ക് നെറ്റി കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ താഴെ ഇച്ചിരി ഹൈലൈറ്റ് ചെയ്യാറുണ്ട്, ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി. ഓക്കെ, പിന്നെ നമ്മുടെ ബ്രോ ബോൺ ഹൈലൈറ്റ് ചെയ്യണം. അത് ഇത് വേണ്ട, നമുക്ക് നമ്മുടെ ഐഷാഡോ പാലറ്റിൽ നിന്ന് തന്നെ ഏറ്റവും ലൈറ്റ് ഒരു ഷെയ്ഡ് ഉണ്ട്, ഇതെടുത്തിട്ട് ചെയ്യാം. അതാ ഇതുമാതിരി ഒരു ബ്രഷ് എടുക്കാം. ഓക്കെ, എന്നിട്ട് ബ്രോ ബോൺ ഹൈലൈറ്റ് ചെയ്യാം. ബ്ലഷായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലിപ്സ്റ്റിക്ക് തന്നെയാണ്. അപ്പോൾ ഇത് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ. ഷെയ്ഡെല്ലാം താഴെ കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾ ഒരു പൊടിക്ക് 1-2 ഡ്രോപ്പ് ഇവിടെ ഇങ്ങനെ ഇടാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് കൈവച്ചതിന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. സോ ഫൈനൽ എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ എന്താ ഒരു ലിപ് ബാം ചെറുതായിട്ട് കളഞ്ഞു. അപ്പോൾ അതേ ലിപ്സ്റ്റിക്കും ഇട്ടു. അങ്ങനെ ഫൈനൽ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഐബ്രോസ് ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് എന്താണ് ഷേപ്പ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പൊട്ടുവിടാം. റെഡി ആയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ഇനി പോയിട്ട് ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് കാണാം. ഓക്കെ, സോറി കേട്ടോ, ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ മറന്നേ. അപ്പോൾ സെറ്റിംഗ് സ്പ്രേ അടിക്കട്ടെ. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ നാച്ചുറൽ ഫിനിഷ് ഫോക്കസ് സെറ്റിംഗ് സ്പ്രേ ആണ്. കാരണം നമ്മളെന്തെങ്കിലും ഇതിനൊക്കെ പോകുമ്പോൾ ഈ ചെയ്യുന്ന മേക്കപ്പൊക്കെ നന്നായിട്ടിരിക്കണ്ടേ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചു. ഇതാണ് ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അപ്പോഴേക്കും ഒന്നും കൂടി ഉണങ്ങട്ടെ സെറ്റിംഗ് സ്പ്രേ. ഇവിടെ ഇച്ചിരി കൂടുതൽ വന്നിട്ടുണ്ട്. Like a wave returns to the sea into the blue. They change but in a cycle that I can't lose. Each painful but delightful.